ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മളിന്ന് +2 കെമിസ്ട്രിയിലെ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ കോർഡിനേഷൻ കോമ്പൗണ്ടുകളെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം അറിയുന്ന ടേം എന്ന് പറഞ്ഞാൽ എന്താണ് കോർഡിനേറ്റ് ബോണ്ട്. നിങ്ങൾ +1 ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. കെമിക്കൽ ബോണ്ടിങ് പഠിച്ചപ്പോൾ അയോണിക് ബോണ്ടിങ്ങിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, കോവാലന്റ് ബോണ്ടിങ്ങിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അതുപോലെ കോർഡിനേറ്റ് ബോണ്ടിങ്ങിനെ കുറിച്ച് നിങ്ങൾ എന്താണ് പഠിച്ചിട്ടുണ്ട്? അറിയാലോ അല്ലേ? കോവാലന്റ് ബോണ്ടിങ് എന്ന് നിങ്ങൾക്ക് അറിയാം. Formed by the mutual sharing of electrons. Electronsന്റെ mutual sharing വഴി ഉണ്ടാകുന്ന ബോണ്ടാണ് കോവാലന്റ് ബോണ്ട്. സപ്പോസ് A എന്ന് പറയുന്ന ആറ്റം, B എന്ന് പറയുന്ന മറ്റൊരു ആറ്റം. ഇവർക്കിടയിൽ ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ A ഒരു ഇലക്ട്രോണിനെ കൊടുക്കണം, B ഒരു ഇലക്ട്രോണിനെ കൊടുക്കണം. അതാണ് മ്യൂച്വൽ ഷെയറിംഗ്. ഓരോ ഇലക്ട്രോണുകളിലും ഷെയർ ചെയ്യും. ഇനി A 2 ഇലക്ട്രോണിനെ കൊടുത്താൽ B എത്ര ഇലക്ട്രോൺ കൊടുക്കണം? 2. A 3 ഇലക്ട്രോണിനെ കൊടുത്താൽ B എത്ര ഇലക്ട്രോൺ കൊടുക്കണം? 3. അതാണ് മ്യൂച്വൽ ഷെയറിംഗ്. അങ്ങനെ ഉണ്ടാകുന്ന ബോണ്ടാണ് കോവാലന്റ് ബോണ്ട്. ഈ കോവാലന്റ് ബോണ്ട് ഒരു ടൈപ്പ് ആണ് കോർഡിനേറ്റ് ബോണ്ട്. അവിടെ ഷെയറിംഗ് ഉണ്ട്, പക്ഷേ മ്യൂച്വൽ ഷെയറിംഗ് ഇല്ല. സപ്പോസ് എക്കും ബിക്കും ഇവിടെ ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യണമെന്ന് വിചാരിക്കാം. ബോണ്ട് ഫോർമേഷൻ 22 ഇലക്ട്രോണാണ്. ആ 2 ഇലക്ട്രോണുകളിലേക്കും ഒരു ആറ്റം കൊടുക്കും, മറ്റേ ആറ്റം അക്സെപ്റ്റ് ചെയ്യും. ഇലക്ട്രോണിനെ കൊടുക്കുന്ന ആളിനെ ഡോണർ എന്ന് പറയും, വാങ്ങുന്ന ആളിനെ അക്സെപ്റ്റർ എന്ന് പറയും. അക്സെപ്റ്റർ. കൊടുക്കുന്ന ആളിനെ ഡോണർ, വാങ്ങുന്ന ആളിനെ അക്സെപ്റ്റർ. ഇവിടെ ഷെയറിംഗ് ഉണ്ട്, മ്യൂച്വൽ ഷെയറിംഗ് ഇല്ല. ബോണ്ടിനെ സൂചിപ്പിക്കുന്നത് ഡോണറിൽ നിന്നും അക്സെപ്റ്ററിലേക്ക് ഒരു ആരോ കൊണ്ടാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഡോണർ ടു അക്സെപ്റ്റർ ഒരു ആരോ കൊണ്ട് സൂചിപ്പിക്കുമെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. കൺഫ്യൂഷൻ ഇല്ലല്ലോ? സിമ്പിൾ അല്ലേ? നമ്മള് മോഡേൺ കെമിസ്ട്രിയിൽ ആരും സൂചിപ്പിക്കാറില്ല, വെറുതെ ഒരു ബോണ്ട് കൊണ്ട് തന്നെയാണെന്ന് ആരും സൂചിപ്പിക്കാറുള്ളത്. കോർഡിനേറ്റ് ബോണ്ടിനെയും സൂചിപ്പിക്കാറുള്ളത്. കോർഡിനേറ്റ് ബോണ്ടിനെ കോവാലന്റ് ബോണ്ട് എന്ന രീതിയിൽ തന്നെ നമ്മൾ കൺസിഡർ ചെയ്ത് പോകുന്നതെന്നും ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഈ കോർഡിനേറ്റ് ബോണ്ട് അറിയാമെങ്കിൽ വളരെ എന്ത് പഠിക്കാം? കോർഡിനേഷൻ കോമ്പൗണ്ടിനെ കുറിച്ച് പഠിക്കാം. ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിനകത്തുള്ള പ്രധാന ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് ബോണ്ട് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണ് ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്? വാട്ട് ഡു യു മീൻ ബൈ കോർഡിനേഷൻ കോമ്പൗണ്ട്? വളരെ സിമ്പിൾ ആയി മനസ്സിലാക്കുക. കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ the compounds formed between metals and atoms or group of atoms through coordinate bond. വ്യക്തമായി മനസ്സിലാക്കുക. അതായത് ഒരു ആറ്റം നിർബന്ധമായി എന്തായിരിക്കണം? മെറ്റൽ ആയിരിക്കണം. രണ്ടാമത്തെ ആറ്റം ഒരു ആറ്റം ആകാം, അല്ലെങ്കിൽ എന്താകാം? ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ആകാം. ഇവയ്ക്കിടയിൽ കോർഡിനേറ്റ് ബോണ്ട് വഴി, കോർഡിനേറ്റ് ബോണ്ട് ഈസ് എ ടൈപ്പ് ഓഫ് കോവാലന്റ് ബോണ്ട്, പഠിച്ചിട്ടുണ്ടാകും. ഫോംഡ് ബൈ ദി ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ, പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം കോർഡിനേറ്റ് ബോണ്ട് വഴി മെറ്റലിന് ആറ്റംസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ഇവയ്ക്കിടയിൽ ഉണ്ടാകുന്ന കോമ്പൗണ്ടുകളെ പറയുന്ന പേരാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അപ്പോൾ വാട്ട് ഡു യു മീൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്? The compounds formed between metals and atoms or group of atoms through coordinate bond. അതായത് ഒരു മെറ്റലിനും രണ്ടാമത്തെ എന്താകാം? ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റം. അവിടെ ഉണ്ടാകുന്ന ബോണ്ട് എന്താണ്? കോർഡിനേറ്റ് ബോണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന കോമ്പൗണ്ടുകളെ പൊതുവായി പറയുന്ന പേരാണ് എന്തോന്ന്? കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ എന്താ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ? the compounds formed between metals and atoms or group of atoms through coordinate bond is called coordination compound. ഈ കോർഡിനേഷൻ കോമ്പൗണ്ടുകളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം പഠിക്കേണ്ടി വരിക ഈ കോർഡിനേഷൻ കോമ്പൗണ്ടുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഏറ്റവും ആദ്യത്തെ തിയറി കോർഡിനേഷൻ തിയറി. ഏറ്റവും ആദ്യത്തെ കോർഡിനേഷൻ തിയറിയാണ് വെർണേഴ്സ് കോർഡിനേഷൻ തിയറി. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ ആദ്യം പഠിക്കുന്ന ടോപ്പിക് അത് തന്നെയാണ്, വെർണേഴ്സ് കോർഡിനേഷൻ തിയറി. ആൽഫ്രഡ് വെർണർ ആരാണ് പ്രപ്പോസ് ചെയ്തത്? ആൽഫ്രഡ് വെർണർ പ്രപ്പോസ് ചെയ്തിട്ടുള്ള കോർഡിനേഷൻ കോമ്പൗണ്ടുകളുടെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ആദ്യ തിയറിയാണ് വെർണേഴ്സ് കോർഡിനേഷൻ തിയറി. ഇത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്: ഒരു മെറ്റലിന് 2 തരം വാലൻസീസ് ഉണ്ട്. ഒരു മെറ്റൽ എത്ര തരം വാലൻസീസ് ഉണ്ട്? 2 തരം വാലൻസീസ് ഉണ്ട്. ദാറ്റ് ഈസ് മെറ്റൽ possesses 2 type of valencies. അത് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
primary valency and secondary valency. Primary valency and secondary valency. First point വളരെ simple അല്ലേ? Metal possesses two type of valencies, primary valency and secondary valencies. ഒരു മെറ്റലിന് രണ്ട് തരം valencies ഉണ്ട്. ഒന്ന് primary valencyയും രണ്ട് എന്താണ് secondary valency എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ആൽഫ്രഡ് വെർൺ പറഞ്ഞിരിക്കുന്നത്. Second point എന്ന് പറഞ്ഞാൽ ഈ primary valency അയണൈസബിൾ ആണ്, അതേസമയം secondary valency non ionizable ആണ് എന്ന് പറയുന്നത്. Primary valency is ionizable while secondary valency is non ionizable. അപ്പോൾ second point എന്താണ്? Primary valency is ionizable while secondary valency is non ionizable. ഇനി third point വെർണേഴ്സ് തിയറിയിൽ പറഞ്ഞ മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രൈമറി വാലൻസികളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന നെഗറ്റീവ് അയോൺസ് ആണ്. പ്രൈമറി വാലൻസികളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആരാണ്? നെഗറ്റീവ് അയോൺസ് ആണ്. അതേസമയം സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നത് നെഗറ്റീവ് അയോണുകളും ന്യൂട്രൽ സ്പീഷീസുകളുമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? പ്രൈമറി വാലൻസി സാറ്റിസ്ഫൈഡ് ബൈ നെഗറ്റീവ് അയോൺസ് while secondary valence is satisfied by negative ions and neutral species എന്നാണ് പറഞ്ഞിരിക്കുന്നത് വെർണേഴ്സ് തിയറി പറയുന്നത്. വെർണേഴ്സ് തിയറിയിലെ നാലാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പറയുന്ന കാര്യം ഇതാണ്: for a metal atom number of secondary valencies will be a constant. ഒരു മെറ്റലിന് സെക്കൻഡറി വാലൻസി എല്ലായ്പ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. and which is equal to its coordination number. അതായത് ഓരോ മെറ്റലിനും സെക്കൻഡറി വാലൻസ് എല്ലായ്പ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഉദാഹരണത്തിന് സിങ്ക് എന്ന് പറയുന്ന മെറ്റൽ എടുത്തു കഴിഞ്ഞാൽ ഏത് കോർഡിനേഷൻ കോംപ്ലക്സിനകത്തും സിങ്കിന്റെ സെക്കൻഡറി വാലൻസി കോൺസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ കോപ്പർ എന്ന മെറ്റൽ എടുത്തു കഴിഞ്ഞാൽ ഏത് കോർഡിനേഷൻ കോംപ്ലക്സിനകത്തും കോപ്പറിന്റെ സെക്കൻഡറി വാലൻസി കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരിക്കലും സിങ്കിന്റെയും കോപ്പറിന്റെയും ഒരേ വാല്യൂ ആയിരിക്കില്ല. സിങ്കിന് വേറെ വാല്യൂ ആയിരിക്കും, കോപ്പറിന് വേറെ വാല്യൂ ആയിരിക്കും. അപ്പോൾ സിങ്കിന്റെ വാല്യൂ എപ്പോഴും കോൺസ്റ്റന്റ്, കോപ്പറിന്റെ വാല്യൂ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. കൺഫ്യൂഷൻ ഇല്ലല്ലോ, കാര്യപ്പെടുത്താൻ കിട്ടിയില്ലേ? അതായത് for a metal atom number of secondary valencies will be a constant. ഓരോ മെറ്റലിനും സെക്കൻഡറി വാലൻസ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അത് ഈക്വൽ ആയിരിക്കും, കോർഡിനേഷൻ നമ്പറിന് ഈക്വലും ആയിരിക്കും. അപ്പോൾ നാലാമത്തെ പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? for a metal atom number of secondary valencies will be a constant and which is equal to its coordination number. ഓരോ മെറ്റലിനും സെക്കൻഡറി വാലൻസി കോൺസ്റ്റന്റ് ആയിരിക്കും, അത് ഈക്വലും ആയിരിക്കും, കോർഡിനേഷൻ നമ്പറിന് ഈക്വലും ആയിരിക്കും. ഇനി ഒരു പോയിന്റ് കൂടെ ഉണ്ട് ഈ വെർണേഴ്സ് തിയറിയിൽ. അഞ്ചാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം: സെക്കൻഡറി വാലൻസിക്ക് ഡയറക്ഷൻ ഉണ്ട്, പ്രൈമറി വാലൻസിക്ക് ഡയറക്ഷൻ ഇല്ല. സെക്കൻഡറി വാലൻസീസ് ആർ ഡിറക്ഷണൽ while primary valencies are non directional. എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോർഡിനേഷൻ കോംപ്ലക്സിനകത്ത് ഈ സെക്കൻഡറി വാലൻസീസ് ആർ ഡയറക്റ്റഡ് ടുവേർഡ്സ് സ്പേസ് ഇൻ സം പ്രിഫർഡ് ഡയറക്ഷൻസ്. സെക്കൻഡറി വാലൻസീസിന് കൃത്യമായ ഡയറക്ഷൻ എന്തിരിക്കും? അറേഞ്ച് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കോംപ്ലക്സിന് കൃത്യമായ ജോമെട്രി കൊടുക്കുന്ന ആരാണ്? സെക്കൻഡറി വാലൻസീസ് ആണ് എന്ന് ഓർത്ത് വെച്ചേക്കും. കാര്യം മനസ്സിലാക്കുക, നമ്മുടെ കോർഡിനേഷൻ കോംപ്ലക്സിനകത്ത് സെക്കൻഡറി വാലൻസീസ് കൃത്യമായ ഡയറക്ഷനിലേക്ക് അറേഞ്ച് ചെയ്തിരിക്കും. ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? സെക്കൻഡറി വാലൻസീസ് ആർ ഡയറക്റ്റഡ് ടുവേർഡ്സ് സ്പേസ് ഇൻ സം പ്രിഫർഡ് ഡയറക്ഷൻസ് to give a definite geometry for the complex. സെക്കൻഡറി വാലൻസീസ് ആണ് കോംപ്ലക്സിന് കൃത്യമായ ജോമെട്രി കൊടുക്കുന്നു മനസ്സിലാക്കിയിരിക്കുക. കാരണം കൃത്യമായ ഡിറക്ഷൻ ഉള്ളതുകൊണ്ട്. അതേസമയം പ്രൈമറി വാലൻസിക്ക് എന്തില്ല? ഡിറക്ഷൻ ഇല്ല എന്ന് പറയാം. വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാം? സെക്കൻഡറി വാലൻസീസ് ആർ ഡിറക്ഷണൽ while primary valencies are non directional. അപ്പോൾ ഇത് അഞ്ചുമാണ് നമ്മുടെ വെർണേഴ്സ് കോർഡിനേഷൻ തിയറി പറയുന്ന കാര്യങ്ങൾ. ഓർത്ത് വെച്ചേക്കുക, നമ്മുടെ കോർഡിനേഷൻ കോംപ്ലക്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഏറ്റവും ആദ്യം ഉണ്ടായ തിയറി വെർണേഴ്സ് കോർഡിനേഷൻ തിയറിയാണ്. ഈ വെർണേഴ്സ് കോർഡിനേഷൻ തിയറിയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. വളരെ സിമ്പിൾ ആയി പറഞ്ഞാൽ വെർണേഴ്സ് കോർഡിനേഷൻ തിയറി പറഞ്ഞു മെറ്റലിന് രണ്ട് തരം വാലൻസീസ് ഉണ്ട്, പ്രൈമറി വാലൻസി എന്നും സെക്കൻഡറി വാലൻസി എന്നും പറയും. ആ വാലൻസികളെ കുറിച്ച് മാത്രമാണ് തിയറിക്കകത്ത് പറയുന്നത്. ആ വാലൻസികളുടെ ക്യാരക്ടറിനെ കുറിച്ച് മാത്രമാണ് തിയറി പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്ത് വെച്ചേക്കുക. നമ്മൾ ഈ കോർഡിനേഷൻ കോമ്പൗണ്ടുകളെ കുറിച്ച് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറെ ബേസിക് ടേമുകളുണ്ട്. ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിനകത്ത് ഉപയോഗിക്കുന്ന കുറെ അടിസ്ഥാനപരമായ ടേമുകളുണ്ട്, പദങ്ങളുണ്ട്. അത് ഏതൊക്കെ നമുക്ക് നോക്കാം, ഒരെണ്ണം നോക്കണം. ഒന്നാമത്തെ ടേം എന്ന് പറഞ്ഞാൽ സെൻട്രൽ മെറ്റൽ ആറ്റം അല്ലെങ്കിൽ സെൻട്രൽ മെറ്റൽ അയോൺ. രണ്ട് ചെറിയ പോയിന്റുകൾ മനസ്സിലാക്കുക. ഒരു കോർഡിനേഷൻ കോംപ്ലക്സിലെ സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറഞ്ഞാൽ യൂഷ്വലി അല്ലെങ്കിൽ നോർമലി ഒരു ഡി ബ്ലോക്ക് മെറ്റൽ ആയിരിക്കും. സാധാരണ എന്തായിരിക്കും? ഒരു ഡി ബ്ലോക്ക് മെറ്റൽ ആയിരിക്കും എന്ന് നോക്കുക. അവിടെ എക്സെപ്ഷൻസ് വരാറുണ്ട്. നോർമലി എന്തായിരിക്കാം? ഒരു ഡി ബ്ലോക്ക് മെറ്റൽ ആയിരിക്കും. മറ്റു മെറ്റലുകൾ ഫോം ചെയ്യുന്ന കോർഡിനേഷൻ കോംപ്ലക്സുകളും ഉണ്ട് എന്നൊക്കെ എക്സെപ്ഷൻസ് ആയി പറയാറുണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ
ഒരു കോർഡിനേഷൻ കോംപ്ലക്സിലെ സെൻട്രൽ മെറ്റൽ ആറ്റം മസ്റ്റ് ബി എ ലൂയിസ് ആസിഡ്. ഇതായിരിക്കണം, ഒരു ലൂയിസ് ആസിഡ് തന്നെ ആയിരിക്കണം. ദാറ്റ് മീൻസ് ഇലക്ട്രോൺ പെയറുകളെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ളവ ആയിരിക്കണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. The central atom is a d block metal and must be a Lewis acid. ഒരു കോർഡിനേഷൻ കോംപ്ലക്സിലെ സെൻട്രൽ മെറ്റൽ ആറ്റം ഒരു ഡി ബ്ലോക്ക് മെറ്റൽ ആയിരിക്കണം, അതോടൊപ്പം എന്തായിരിക്കണം, ഒരു ലൂയിസ് ആസിഡും ആയിരിക്കണം എന്ന് ഓർത്തു വെച്ചേക്കുക. ഉറപ്പായിട്ടും സാധനം എന്തായിരിക്കണം, ലൂയിസ് ആസിഡ് ആയിരിക്കണം, ഇലക്ട്രോൺ പെയറുകളെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ളവ ആയിരിക്കണമെന്ന് ഓർത്തു വെക്കുക. രണ്ടാമത് മനസ്സിലാക്കേണ്ട ടേം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഗാൻഡ്സ്. എന്താണ് ലിഗാൻഡ്സ്? ലിഗാൻഡ്സ് എന്ന് പറഞ്ഞാൽ ആറ്റംസ് ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ്, ആറ്റംസ് ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് which are able to donate at least one pair of electron. കുറഞ്ഞത് ഒരു പെയർ ഇലക്ട്രോണിനെങ്കിലും കൊടുക്കാൻ കഴിയുന്ന ആറ്റങ്ങളെയോ ഗ്രൂപ്പ് ഓഫ് ആറ്റങ്ങളെയോ പറയുന്ന പേരാണ് ലിഗാൻഡ്സ്. ഇപ്പൊ ലിഗാൻഡ്സ് എന്ന് പറഞ്ഞാൽ ആറ്റംസ് ആകാം, ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ആകാം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, കുറഞ്ഞത് ഒരു പെയർ ഇലക്ട്രോണിനെങ്കിലും ഡൊണേറ്റ് ചെയ്യാൻ കഴിയണം. Ligands എന്ന് പറഞ്ഞാൽ atoms or group of atoms which are able to donate at least one pair of electron. കുറഞ്ഞത് ഒരു പെയർ ഇലക്ട്രോണെങ്കിലും കൊടുക്കാൻ കഴിയുന്ന ആറ്റങ്ങളെയോ ഗ്രൂപ്പ് ഓഫ് ആറ്റങ്ങളെയോ പറയുന്ന പേരാണ് ലിഗാൻഡ്സ്. മറന്നു പോകരുത്. ഈ ലിഗാൻഡുകൾക്ക് എത്ര പെയർ ഇലക്ട്രോണുകളെ കൊടുക്കാൻ കഴിയും? കുറഞ്ഞത് ഒരു പെയറെങ്കിലും കൊടുക്കണം. എത്ര പെയർ ഇലക്ട്രോണുകളെ കൊടുക്കാൻ കഴിയും എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ലിഗാൻഡുകളെ പ്രധാനമായിട്ടും മൂന്നായി തിരിക്കുന്നുണ്ട്. നമുക്ക് ഓരോന്നായി നോക്കാം. ഒന്നാമത്തേത് മോണോ ഡെൻഡേറ്റ് ലിഗാൻഡ്. കാര്യം വ്യക്തമായി മനസ്സിലാക്കുക, ഒരു ലിഗാൻഡിന് എത്ര പെയർ ഇലക്ട്രോണുകളെ കൊടുക്കാൻ കഴിയും എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പലതായി ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്താണ്? മോണോ ഡെൻഡേറ്റ്. ഇപ്പൊ എന്തായിരിക്കും മോണോ ഡെൻഡേറ്റ്? കാര്യം മനസ്സിലാക്കിയ സിമ്പിളാ. ഒരു പെയർ ഇലക്ട്രോണിനെ മാത്രം കൊടുക്കാൻ കഴിയുന്ന ലിഗാൻഡുകളെ പറയുന്ന പേരാണ് മോണോ ഡെൻഡേറ്റ് ലിഗാൻഡ്. ലിഗാൻഡ് which can donate only one pair of electron. A ligand which can donate only one pair of electron is called a monodentate ligand. A ligand which can donate only one pair of electron is called a monodentate ligand. ഒരുപാട് എക്സാമ്പിളുകൾ ഉണ്ട്. Cl- ഒരു എക്സാമ്പിൾ ആണ്, OH- എക്സാമ്പിൾ ആണ്, H2O എക്സാമ്പിൾ ആണ്, NH3 മോണോഡെൻഡേറ്റ് ലിഗാൻഡ് എക്സാമ്പിൾ ആണ്, എക്സെട്ര. ഒരുപാട് എക്സാമ്പിളുകൾ കുറേയധികം ലിഗാൻഡ് നമ്മൾ പഠിക്കും. ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക എന്താണ് മോണോഡെൻഡേറ്റ് ലിഗാൻഡ്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ബൈഡെൻഡേറ്റ് ലിഗാൻഡ്. ഓർത്തെടുക്കുന്ന കാര്യമാണല്ലോ. ക്ലാസിഫിക്കേഷൻ ഇതിന്റെ ബേസിൽ എന്നറിയാം. ഇപ്പൊ നമുക്ക് മോണോഡെൻഡേറ്റ് എന്താണെന്ന് അറിയാം. അപ്പൊ ബൈഡെൻഡേറ്റ് പറയാൻ വളരെ എളുപ്പമാണ്. എന്താ ബൈഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ? a ligand which can donate two pairs of electron. രണ്ട് പെയർ ഇലക്ട്രോണുകളെ കൊടുക്കാൻ കഴിയുന്ന ലിഗാൻഡുകൾ എന്ന് പറയും ബൈഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയും. a ligand which can donate two pairs of electron. a ligand which can donate two pairs of electron is called a bidentate ligand. ഒന്നിട്ട് എക്സാമ്പിളുകൾ ഉണ്ട്. COO- ഒരു ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. അതുപോലെ NH2 CH2 CH2 NH2. ഇതിന്റെ പേര് ഈഥൈൻ 1,2 ഡയമീൻ ആണ്. പേരെന്താണ്? ഈഥൈൻ. ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഈഥൈൻ 1,2 ഡൈഅമീൻ എന്നാണ് പേര്. എങ്ങനെ പേര് കിട്ടിയത് അറിയാമല്ലോ അല്ലേ? ഈഥൈൻ 1,2 ഡൈഅമീൻ. ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ വേണമെങ്കിൽ. CH3 CH3 നിങ്ങൾക്ക് അറിയാവുന്ന പേര്. എന്താ സാധനം? ഈഥൈൻ. CH3 CH3 എന്താ പേര്? ഈഥൈൻ. ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ ഞാൻ മാറ്റുന്നു, പകരം ആരെ കൊടുക്കുന്നു? NH2. പേരെന്താ? എത്തനമീൻ. ഇവിടുത്തെ ഹൈഡ്രജൻ മാറ്റുന്നു, ഞാൻ എന്ത് കൊടുക്കുന്നു? ഒരു NH2. ഈഥൈൻ ആയിരുന്നു. അതിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാർബൺ ഓരോ ഹൈഡ്രജൻ മാറ്റിയിട്ട് ഓരോ അമീൻ ഗ്രൂപ്പിനെ കൊടുക്കും. അതാണ് പേര് ഈഥൈൻ 1,2 ഡൈഅമീൻ. ഇത് രണ്ടും നമ്മൾ അറിയുന്ന ബൈഡെൻഡേറ്റ് ലിഗാൻഡുകളാണ് ഓർക്കുക. അപ്പോൾ എന്താ ബൈഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ? a ligand which can donate two pairs of electrons are called bidentate ligand. എക്സാമ്പിളുകൾ ഓർത്തു വെച്ചേക്കുക.
കൺഫ്യൂഷൻ ഇല്ലല്ലോ. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പോളിഡെന്റേറ്റ് ലിഗാൻഡ്. ആ സാധനം പോളിഡെന്റേറ്റ് ലിഗാൻഡ് ആണ് മൂന്നാമത്തെ ടൈപ്പ്. നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ മനസ്സിൽ വന്നു കാണും, കാരണം ഇതൊക്കെ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്താ പോളിഡെന്റേറ്റ്. മോർ ദാൻ 2 pairs ഓഫ് ഇലക്ട്രോണുകളെ കൊടുക്കാൻ കഴിയുന്ന ലിഗാൻഡുകളെ പറയുന്ന പേരാണ് പോളിഡെന്റേറ്റ് ലിഗാൻഡ്. A ligand which can donate more than 2 pairs of electrons are called polydentate ligand. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് അറിയുന്ന എക്സാമ്പിൾ ഞാൻ എഴുതാം. എന്താ ഈ സാധനം? NH2 CH2 CH2 NH2. നമ്മൾ പഠിച്ചേ ഉള്ളൂ. ഇതൊരു ബൈഡെന്റേറ്റ് ലിഗാൻഡ് ആണ്. ഈഥൈൻ 1,2 ഡയമീൻ ആണെന്ന് അറിയാം. ഞാൻ ഇവിടുത്തെ രണ്ട് ഹൈഡ്രജനെ മാറ്റുന്നു, പകരം ഞാൻ രണ്ട് അസറ്റേറ്റ് ഗ്രൂപ്പ് കൊടുക്കുന്നു. അതുപോലെ ഇവിടുത്തെ രണ്ട് ഹൈഡ്രജനെ മാറ്റുന്നു, പകരം ഞാൻ എന്ത് കൊടുക്കുന്നു? രണ്ട് അസറ്റേറ്റ് ഗ്രൂപ്പ് കൊടുക്കുന്നു. CH2 COO-, CH2 COO-. അപ്പോൾ ഇതിന് എത്ര ഇലക്ട്രോൺ പെയറിനെ കൊടുക്കാൻ കഴിയും? 1 2 3 4 5 6. ഇതൊരു ഹെക്സാഡെന്റേറ്റ് ലിഗാൻഡ് ആണെന്ന് ഓർക്കുക. ഇത് ലിഗാൻഡ് ആണ്, ഹെക്സാഡെന്റേറ്റ് ലിഗാൻഡ് ആണ്. ഇതിന്റെ പേര് എന്തായിരിക്കും? ഇതിന്റെ പേര് ഈഥൈൻ 1,2 ഡയമീൻ അല്ലെങ്കിൽ എത്തിലീൻ ഡയമീൻ എന്നാണ്. ഇതിന്റെ പേരെന്താണ്? ഈഥൈൻ 1,2 ഡയമീൻ അല്ലെങ്കിൽ പേരെന്താണ്? കോമൺ നെയിം എന്താ? എത്തിലീൻ ഡയമീൻ. അപ്പൊ ഇത് എന്താ സാധനം? എത്തിലീൻ ഡയമീൻ ആയിരുന്നു. അതിലെ 4 ഹൈഡ്രജൻ ആറ്റങ്ങളെ മാറ്റി 4 അസറ്റേറ്റ് ഗ്രൂപ്പ് കൊടുത്തു. അപ്പൊ പേരെന്താ? എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റേറ്റ്. പേരെന്താണ്? എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റേറ്റ് EDTA. ഇത് പറയും എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റേറ്റ് അല്ലെങ്കിൽ എന്ത് പറയും? EDTA എന്ന് പറയുമെന്ന് ഓർത്തു വെച്ചേക്കുക. സിമ്പിൾ അല്ലേ? ഇതിന്റെ പേര് പഠിച്ചു വെച്ചേക്കുക. എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റേറ്റ് സ്ട്രക്ചർ പഠിച്ചു വെച്ചേക്കുക. ഇത് ഹെക്സാഡെന്റേറ്റ് ലിഗാൻഡ് ആണെന്ന് മനസ്സിലാക്കുക. Depending upon number of electron pairs to be donate, എത്ര ഇലക്ട്രോൺ പെയറിനെ കൊടുക്കാൻ കഴിയും എന്നതിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ട് ലിഗാൻഡുകളെ എത്രയായി തിരിച്ചു? 3 ആയി തിരിച്ചു. മോണോഡെന്റേറ്റ്, ബൈഡെന്റേറ്റ്, പോളിഡെന്റേറ്റ്. ഓരോന്നും എന്താണെന്ന് അറിയാം, എക്സാമ്പിളുകളും അറിയാം. കാര്യം കിട്ടിയില്ലേ? ലിഗാൻഡിന്റെ അടുത്തൊരു ടൈപ്പ് ആണ് ആംബിഡെന്റേറ്റ് ലിഗാൻഡ്. എന്താണ് ആംബിഡെന്റേറ്റ് ലിഗാൻഡ്? നിങ്ങൾ ആംബിബിയൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. എന്താ ആംബിബിയൻസ്? ഉഭയജീവികൾ. വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്ന ജീവികളെയാണ് എന്ന് പറയുന്നത് ആംബിബിയൻസ് എന്ന് പറയുന്നത് പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്ന ജീവികളാണ് ആംബിബിയൻസ്. അപ്പൊ എന്തായിരിക്കും ആംബിഡെന്റേറ്റ് ലിഗാൻഡ്? 2 മീഡിയം. അതായത് ജസ്റ്റ് മനസ്സിലാക്കുക, ഒരു ലിഗാൻഡിനകത്ത് തന്നെ 2 ഡിഫറെന്റ് ഡൊണേറ്റിംഗ് സൈറ്റുകൾ ഉണ്ട് എങ്കിൽ, ഒരു ലിഗാൻഡിനകത്ത് തന്നെ 2 ഡിഫറെന്റ് ഡൊണേറ്റിംഗ് സൈറ്റുകൾ ഉണ്ട് എങ്കിൽ അവയെ പറഞ്ഞ പേരാണ് ആംബിഡെന്റേറ്റ് ലിഗാൻഡ്. ജസ്റ്റ് ഇവിടെ നോക്കിക്കോളൂ. CN എന്ന് പറയുന്ന ഒരു ലിഗാൻഡ്, CN സൈഡ് കേട്ടിട്ടുണ്ടാകും. ഇവിടെ മെറ്റലുമായിട്ട് കാർബൺ വെച്ച് ബോണ്ട് ചെയ്യാം, നൈട്രജൻ വെച്ച് ബോണ്ട് ചെയ്യാം. സപ്പോസ് കാർബൺ വെച്ചാണ് ഇവിടെ മെറ്റലുമായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആരെ വെച്ച് ബോണ്ട് ചെയ്യാം? നൈട്രജൻ വെച്ച് ബോണ്ട് ചെയ്യാം. ഇത് രണ്ടും NC അല്ലേ? CN NC കറക്റ്റ് ഒരേ സാധനങ്ങളല്ലേ? അതായത് ഇതിനകത്ത് കാർബൺ വെച്ച് ബോണ്ട് ചെയ്യാം, നൈട്രജൻ ഉപയോഗിച്ച് ബോണ്ട് ചെയ്യാം. അപ്പൊ ഈ സാധനം എന്താണ്? ഒരു ആംബിഡെന്റേറ്റ് ലിഗാൻഡ് ആണെന്ന് ഓർക്കുക. എന്താണ് ഓർക്കുക? ആംബിഡെന്റേറ്റ് ലിഗാൻഡ് ആണെന്ന് ഓർക്കുക. വേറെ എക്സാമ്പിളുകൾ ഉണ്ട്. നിങ്ങൾക്കറിയാം NO2 മെറ്റലുമായിട്ട് ആരെ വെച്ച് ബോണ്ട് ചെയ്യാം? നൈട്രജൻ. അതുപോലെ ഇതിന്റെ വേറൊരു ടൈപ്പ് ആണ് ONO മെറ്റലുമായിട്ട് ആരെ വെച്ച് ബോണ്ട് ചെയ്യുന്നു? ഓക്സിജൻ. അപ്പൊ ഇതും എന്താണ്? ഒരു ആംബിഡെന്റേറ്റ് ലിഗാൻഡിന്റെ എക്സാമ്പിൾ ആണെന്ന് ഓർക്കുക. NO2 നൈട്രജൻ വെച്ച് ബോണ്ട് ചെയ്യാം, ഓക്സിജൻ വെച്ച് ബോണ്ട് ചെയ്യാം. വേറെ എക്സാമ്പിളുകൾ ഉണ്ട്. SCN തയോസയനൈഡ് മെറ്റലുമായിട്ട് ആരെ വെച്ച് ബോണ്ട് ചെയ്യുന്നു? സൾഫർ. ഇതുപോലെ NCS ഇതേ സാധനമല്ലേ? ആരെ വെച്ച് ബോണ്ട് ചെയ്യുന്നു? നൈട്രജൻ. അപ്പൊ ഒരു ലിഗാൻഡിനകത്ത് 2 ഡിഫറെന്റ് ഡൊണേറ്റിംഗ് സൈറ്റുകൾ ഉണ്ട് എങ്കിൽ അത്തരം ലിഗാൻഡുകളെ പറഞ്ഞ പേരാണ് എന്തോന്ന്? ആംബിഡെന്റേറ്റ് ലിഗാൻഡ്. എക്സാമ്പിളുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഓർത്ത് വച്ചേക്കണം. കൺഫ്യൂഷനില്ലല്ലോ. ഇനി ഒരു ടൈപ്പ് ലിഗാൻഡുകളൂടെ പറയുന്നുണ്ട്, കീലേറ്റിംഗ് ലിഗാൻഡ്. എന്താണ് ഈ കീലേറ്റിംഗ് ലിഗാൻഡ്? ഇത് വേറെ ടൈപ്പ് ഒന്നുമല്ല. നോർമലി എന്തായിരിക്കണം? ബൈഡെന്റേറ്റ് അല്ലെങ്കിൽ പോളിഡെന്റേറ്റ്. ഒറ്റ കാര്യം ആദ്യം മനസ്സിലാക്കുക. കീലേറ്റിംഗ് ലിഗാൻഡ് എന്ന സാധനം എന്താണ്? ഒന്നുകിൽ ഒരു ബൈഡെന്റേറ്റ് ലിഗാൻഡ് അല്ലെങ്കിൽ എന്തായിരിക്കും? പോളിഡെന്റേറ്റ്.
ഒരിക്കലും എന്താകില്ല, ഒരു മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ആകില്ല എന്ന് നോക്കുക. അപ്പൊ നോർമലി ഒരു ബൈഡെൻഡേറ്റ് അല്ലെങ്കിൽ പോളിഡെൻഡേറ്റ് ലിഗാൻഡ് സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് റിംഗ് ലൈക്ക് സ്ട്രക്ചറിനെ ഫോം ചെയ്യണം. സെൻട്രൽ മെറ്റൽ ആറ്റവുമായി കമ്പൈൻ ചെയ്യുമ്പോൾ റിംഗ് ലൈക്ക് സ്ട്രക്ചറുകളെ ഫോം ചെയ്യുന്ന ബൈഡെൻഡേറ്റ് അല്ലെങ്കിൽ പോളിഡെൻഡേറ്റ് ലിഗാൻഡുകളെ പൊതുവായി പറയുന്ന പേരാണ് കീലേറ്റിംഗ് ലിഗാൻഡുകൾ എന്ന് പറയും. കാര്യം മനസ്സിലായോ? ഇപ്പൊ നോർമലി എന്താണ് ബൈഡെൻഡേറ്റ് അല്ലെങ്കിൽ പോളിഡെൻഡേറ്റ്. അതിന്റെ പ്രത്യേകത എന്താ? സെൻട്രൽ മെറ്റൽ ആറ്റവുമായി ചേർന്നിട്ട് റിംഗ് ലൈക്ക് സ്ട്രക്ചറുകളെ ഫോം ചെയ്യുമെങ്കിൽ അത്തരം ലിഗാൻഡുകളെ പറയുന്ന പേരാണ് കീലേറ്റിംഗ് ലിഗാൻഡുകൾ. ഒരു എക്സാമ്പിൾ ഞാൻ എഴുതാം. നിങ്ങൾക്ക് അറിയുന്ന ഒരു ലിഗാൻഡ് ആണ് എത്തിലീൻ ഡയമീൻ അല്ലെങ്കിൽ ഈതൻ ഓൺ ടു ഡയമീൻ, ഒരു ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. നോക്കുക, NH2 CH2 CH2 NH2. കൺഫ്യൂഷൻ ഇല്ലല്ലോ, എത്തിലീൻ ഡയമീൻ ആണ്. അത് കോപ്പറുമായി കമ്പൈൻ, കോപ്പർ Cu2+ ആണല്ലോ. കോപ്പറുമായിട്ട് എന്ത് ചെയ്യുന്നു? കോർഡിനേറ്റ് ബോണ്ടിനെ ഫോം ചെയ്തു വിചാരിക്കും. ഒരു റിംഗ് ഫോം ചെയ്തില്ലേ? ഇതൊരു ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആയിരുന്നു. സെൻട്രൽ മെറ്റൽ ആറ്റോയുടെ കമ്പൈൻ എന്ത് ഫോം ചെയ്തു? റിംഗ് ഫോം ചെയ്തു. Cu2+ അല്ലേ? രണ്ട് ലിഗാൻഡുമായി കമ്പൈൻ ചെയ്യാം. അടുത്ത അതേ സാധനം എടുക്കാം, ഈതൻ ഓൺ ടു ഡയമീൻ NH2 CH2 CH2 NH2. ഇവിടെയും കമ്പൈൻ ചെയ്യാം. ഫോം ചെയ്ത സാധനം എന്താ? റിംഗ് അല്ലേ? അപ്പൊ സെൻട്രൽ മെറ്റൽ ആറ്റോമായി കമ്പൈൻ ചെയ്തിട്ട് റിംഗുകൾ ഫോം ചെയ്യാൻ കഴിയുന്ന ലിഗാൻഡുകളെ പറയുന്ന പേരാണ് എന്തോന്ന്? കീലേറ്റിംഗ് ലിഗാൻഡ് എന്ന് പറയും. കീലേറ്റിംഗ് ലിഗാൻഡുകൾ എന്ന് പറയും. സെൻട്രൽ മെറ്റൽ ആറ്റോമായി കമ്പൈൻ ചെയ്തിട്ട് റിംഗുകൾ ഫോം ചെയ്യാൻ കഴിയുന്ന ലിഗാൻഡുകളെ പറയുന്ന പേരാണ് കീലേറ്റിംഗ് ലിഗാൻഡുകൾ. ഈ റിംഗുകളെ പറയുന്ന പേരാണ് കീലേറ്റ്സ് എന്ന് പറയും. കീലേറ്റ്സ് എന്ന് പറയും. നിങ്ങൾ എന്തിനു പറയും? കീലേറ്റ്സ്. ഒരു കാര്യം മനസ്സിലാക്കുക, കീലേറ്റ്സ് ആർ മോർ സ്റ്റേബിൾ ദാൻ അതേഴ്സ്. മറ്റു കോർഡിനേഷൻ കോമ്പൗണ്ടുകളെക്കാൾ സ്റ്റേബിൾ ആയിരിക്കുന്നത് കീലേറ്റ്സ്. ഇപ്പൊ റിംഗുകൾ ഫോം ചെയ്യുന്ന ലിഗാൻഡുകളെ കീലേറ്റിംഗ് ലിഗാൻഡുകൾ എന്നും അത്തരം റിംഗുകളെ കീലേറ്റ്സ് എന്ന് പറയും. ഈ കീലേറ്റ്സിന് മറ്റു കോർഡിനേഷൻ കോംപ്ലക്സിനേക്കാൾ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നതുകൂടെ ഓർത്തു വച്ചേക്കുക. കാര്യം സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മൾ രണ്ട് ടേമുകളാണ് പഠിച്ചതൊക്കെ, സെൻട്രൽ മെറ്റൽ ആറ്റവും ലിഗാൻഡ്സ്. അടുത്ത മൂന്നാമത്തെ ടേം എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ സ്ഫിയർ. എന്താണ് കോർഡിനേറ്റ് സ്ഫിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പഠിച്ച രണ്ട് ടേമുകൾ ഏതൊക്കെയാണ്? സെൻട്രൽ മെറ്റൽ ആറ്റവും ലിഗാൻഡും. ഈ സെൻട്രൽ മെറ്റൽ ആറ്റവും ലിഗാൻഡിനെയും കൂടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമ്മുടെ കോർഡിനേഷൻ കോംപ്ലക്സ് റെപ്രസെന്റ് ചെയ്യും. അതായത് നമ്മുടെ കോർഡിനേഷൻ കോംപ്ലക്സിൽ ഈ സെൻട്രൽ മെറ്റൽ ആറ്റത്തിനെയും ലിഗാൻഡിനെയും കൂടെ ചേർത്തുകൊണ്ട് ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്തേക്ക് സൂചിപ്പിക്കും. ഇതിന് പറയുന്ന പേരാണ് കോർഡിനേഷൻ സ്ഫിയർ എന്ന് പറയും. കോർഡിനേഷൻ സ്ഫിയർ. The central metal atom and ligands are grouped together in a square bracket. Called coordination sphere. Confusion ഇല്ലല്ലോ? നാലാമത്തെ പഠിക്കേണ്ട ടേം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയണൈസേഷൻ സ്ഫിയർ അല്ലെങ്കിൽ കൗണ്ടർ അയൺ. ജസ്റ്റ് നോക്കുക, നമ്മുടെ കോർഡിനേറ്റ് സ്ഫിയർ എന്താണെന്ന് പറഞ്ഞു. സെൻട്രൽ മെറ്റൽ ആറ്റവും ലിഗാൻഡും കൂടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്തേക്ക് സൂചിപ്പിക്കും എങ്കിൽ അവയെ പറയുന്ന പേരാണ് കോർഡിനേറ്റ് സ്ഫിയർ. ഈ കോർഡിനേറ്റ് സ്ഫിയറിന് പുറത്ത് എന്തെങ്കിലും സാധനങ്ങൾ വന്നാൽ ഇവിടെയും വരാം, അതുപോലെ എന്താണ് ഇവിടെയും വരാം. കോർഡിനേറ്റ് സ്ഫിയറിന് പുറത്ത് എന്തെങ്കിലും സാധനം വന്നാൽ ഇവയെ പറയുന്ന പേരാണ് അയണൈസേഷൻ സ്ഫിയർ അല്ലെങ്കിൽ കൗണ്ടർ അയോൺ. എനിത്തിങ് ഔട്ട്സൈഡ് ദി കോർഡിനേറ്റ് സ്ഫിയർ is called ionization sphere അല്ലെങ്കിൽ കൗണ്ടർ അയോൺ. ഒരു എക്സാമ്പിൾ ഞാൻ എഴുതാം. ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് ആണ്, വളരെ ഫെമിലിയർ ആയ ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് ആണ് K4FeCN6. K4FeCN6. അതുപോലെ നമ്മൾ എഴുതാം PTNH3 നമ്മൾ ഇത്രയും പഠിച്ച ടേമുകൾ ഇതിനകത്ത് ഐഡന്റിഫൈ ചെയ്യണം. ഇത്രയും പഠിച്ച ടേമുകൾ, അതായത് സെൻട്രൽ മെറ്റൽ ആറ്റം ഏത്, ലിഗാൻഡ് ഏത്, എന്താണ് കോർഡിനേറ്റ് സ്ഫിയർ, എന്താണ് അയണൈസേഷൻ സ്ഫിയർ. നമുക്കറിയാം സ്ക്വയർ ബ്രാക്കറ്റിൽ കാണുന്ന സാധനമാണ് കോർഡിനേറ്റ് സ്ഫിയർ. ഇവിടുത്തെ കോർഡിനേറ്റ് സ്ഫിയർ ആരാ? ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ കാണുന്ന ഇത്രയും സാധനമാണ് കോർഡിനേറ്റ് സ്ഫിയർ. കോർഡിനേറ്റ് സ്ഫിയറിന് പുറത്തുള്ള സാധനമാണ് അയണൈസേഷൻ സ്ഫിയർ. ഇവിടുത്തെ അയണൈസേഷൻ സ്ഫിയർ ആരാണ്? K4 ആണെന്ന് പുറത്ത് വെച്ചേക്കുക.
പൊട്ടാസ്യം അയണൈസ്ഡ് സ്ഫിയർ, ഇത്രയും എന്താണ് കോർഡിനേഷൻ സ്ഫിയർ. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി സെൻട്രൽ മെറ്റൽ ആറ്റം ലിഗാൻഡ് ഐഡന്റിഫൈ ഉണ്ട്. ഈ കോർഡിനേഷൻ സ്ഫിയറിനകത്ത് രണ്ട് ആൾക്കാർ മാത്രമേ കാണാറുള്ളൂ, മെറ്റലും ലിഗാൻഡും. ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, കോർഡിനേഷൻ സ്ഫിയറിൽ ഏറ്റവും ആദ്യം ഇടുന്ന ആൾ മെറ്റൽ ആയിരിക്കും. ആ കോർഡിനേഷൻ സ്ഫിയറിനകത്ത് മെറ്റൽ ഒഴികെ വരുന്ന ബാക്കി എല്ലാ ആൾക്കാരും നമ്മൾ എന്ത് പറയും, ലിഗാൻഡ് എന്ന് പറയും. നമ്മൾ മെറ്റലും ലിഗാൻഡും കാണാൻ വേണ്ടി എവിടെ നോക്കിയാൽ മതി, കോർഡിനേഷൻ സ്ഫിയറിലേക്ക് നോക്കിയാൽ മതി. ഇവിടുത്തെ കോർഡിനേഷൻ സ്ഫിയർ ഇതല്ലേ, അതിൽ ഏറ്റവും ആദ്യം കാണുന്ന ആളാരായിരിക്കും, മെറ്റൽ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ മെറ്റൽ ആരാണ്, അയൺ. ഈ മെറ്റൽ ഒഴികെ ഈ സ്ഫിയറിനകത്ത് എന്തെല്ലാം വരുന്നു അതെല്ലാം എന്താണ്, ലിഗാൻഡ് ആണ്. ഇവിടുത്തെ ലിഗാൻഡ് ആരാണ്, CN ആണ് ഇവിടുത്തെ ലിഗാൻഡ്. 6 എണ്ണം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. കൺഫ്യൂഷൻ ഇല്ലല്ലോ. അടുത്ത കോമ്പൗണ്ടിലേക്ക് പോകാം. നോക്കിയേ, ഇതിലെ കോർഡിനേഷൻ സ്ഫിയർ ആരാ, സ്ക്വയർ ബ്രാക്കറ്റ് നോക്കുക, ഇതാണ് ഇവിടുത്തെ കോർഡിനേഷൻ സ്ഫിയർ. പുറത്ത് എന്തെങ്കിലും സാധനം ഉണ്ടോ, അതായത് എന്തില്ല, അയണൈസ്ഡ് സ്ഫിയറിന്റെ ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇനി ആരെ കണ്ടുപിടിക്കണം, മെറ്റലും ലിഗാൻഡും. കാര്യം മനസ്സിലാക്കുക, കോർഡിനേഷൻ സ്ഫിയറിൽ ഏറ്റവും ആദ്യം കാണുന്ന ആൾ എന്തായിരിക്കും, മെറ്റൽ ആയിരിക്കും. ഇവിടുത്തെ മെറ്റൽ ആരാണ്, പ്ലാറ്റിനം ആണ് ഇവിടുത്തെ മെറ്റൽ ആദ്യം കാണുന്നത്. ഇതൊഴികെ ഈ സ്ഫിയറിനകത്ത് എന്തൊക്കെ വന്നത് എന്താണ്, ലിഗാൻഡ് ആണ്. ഇവിടെ എത്ര ലിഗാൻഡ് ഉണ്ട്, NH3 ഒരു ടൈപ്പ് ലിഗാൻഡ് ആണ്, Cl2 രണ്ടാമത്തെ ടൈപ്പ് ലിഗാൻഡ് ആണ്. രണ്ട് ടൈപ്പ് ലിഗാൻഡുകളുടെ ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് കണ്ടാൽ കോർഡിനേഷൻ സ്ഫിയർ ഏത്, അയണൈസ്ഡ് സ്ഫിയർ ഏത്, സെൻട്രൽ മെറ്റൽ ആറ്റം ഏത്, ലിഗാൻഡ് ഏത് എന്ന് ഐഡന്റിഫൈ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായി അറിഞ്ഞിരിക്കണം. കാര്യം പിടിയിട്ടില്ലേ. അടുത്തറിയേണ്ട ടേം എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ നമ്പർ. എന്താണ് കോർഡിനേഷൻ നമ്പർ? എന്താണ്, വളരെ സിമ്പിൾ ആണ്. കോർഡിനേഷൻ നമ്പർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ number of ligands surrounding the central metal atom. സെൻട്രൽ മെറ്റൽ ആറ്റത്തിനെ സറൗണ്ട് ചെയ്ത് വരുന്ന ലിഗാൻഡുകളുടെ എണ്ണമാണ് കോർഡിനേഷൻ നമ്പർ എന്ന് മനസ്സിലാക്കുക. നമ്പർ ഓഫ് ലിഗാൻഡ്സ് സറൗണ്ടിങ് ദി സെൻട്രൽ മെറ്റൽ ആറ്റം. സെൻട്രൽ മെറ്റൽ ആറ്റത്തിനെ സറൗണ്ട് ചെയ്ത് വരുന്ന ലിഗാൻഡുകളുടെ എണ്ണമാണ് കോർഡിനേഷൻ നമ്പർ എന്ന് മനസ്സിലാക്കുക. എന്താ കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ, നമ്പർ ഓഫ് ലിഗാൻഡ്സ് സറൗണ്ടിങ് ദി സെൻട്രൽ മെറ്റൽ ആറ്റം. സെൻട്രൽ മെറ്റൽ ആറ്റത്തിനെ സറൗണ്ട് ചെയ്തു വരുന്ന ലിഗാൻഡുകളുടെ എണ്ണമാണ് കോർഡിനേഷൻ നമ്പർ. ഇവിടെ നോക്കി, ഈ കോംപ്ലക്സിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയായിരിക്കും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമുള്ളൂ. ലിഗാൻഡുകൾ എണ്ണമല്ലേ, ലിഗാൻഡ് ഒക്കെ തിരിച്ച് നമുക്ക് അറിയാം. ലിഗാൻഡ് എവിടെ കാണുക, കോർഡിനേഷൻ സ്ഫിയർ. കോർഡിനേഷൻ സ്ഫിയറിൽ ആദ്യം കാണുന്ന സെൻട്രൽ മെറ്റൽ ആറ്റം, അത് ഒഴികെ വരുന്ന സാധനങ്ങൾ ലിഗാൻഡ്. എത്ര ലിഗാൻഡ് ഉണ്ട്, 6 എണ്ണം ഉണ്ട്. ദാറ്റ് ഈസ് കോർഡിനേഷൻ നമ്പർ ഈസ് 6. അടുത്ത കോമ്പൗണ്ട് നോക്കി, സെൻട്രൽ മെറ്റൽ ആറ്റം ആരാണ്, പ്ലാറ്റിനം. അത് രണ്ടും എന്താണ്, ലിഗാൻഡ് ഉണ്ട്. എത്ര ലിഗാൻഡ് ഉണ്ട്, 2 NH3 ഉണ്ട്, 2 ക്ലോറിൻ ഉണ്ട്. അപ്പൊ എത്ര കോർഡിനേഷൻ നമ്പർ, 4. കാര്യം മനസ്സിലായില്ലേ. ലിഗാൻഡുകളുടെ എണ്ണം പറഞ്ഞാൽ മതി, ലിഗാൻഡുകളുടെ എണ്ണമാണ് കോർഡിനേഷൻ നമ്പർ. എന്താ കോർഡിനേഷൻ നമ്പർ, നമ്പർ ഓഫ് ലിഗാൻഡ്സ് സറൗണ്ടിങ് ദി സെൻട്രൽ മെറ്റൽ ആറ്റം ഇൻ ദി കോർഡിനേഷൻ സ്ഫിയർ. കോർഡിനേഷൻ സ്ഫിയറിൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിനെ സറൗണ്ട് ചെയ്ത് വരുന്ന ലിഗാൻഡുകളുടെ എണ്ണമാണ് കോർഡിനേഷൻ നമ്പർ എന്ന് ഓർക്കുക. കൺഫ്യൂഷൻ ഇല്ല. അടുത്ത മനസ്സിലാക്കുന്ന ടേം എന്ന് പറഞ്ഞാൽ ഹോമോലെപ്റ്റിക് ആൻഡ് ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ്. അപ്പൊ എന്താണ് ഹോമോലെപ്റ്റിക് കോംപ്ലക്സ്? ഹോമോ മീൻസ് സെയിം എന്നല്ലേ. ഒരു ടൈപ്പ് ലിഗാൻഡുകൾ മാത്രം കാണപ്പെടുന്ന കോർഡിനേഷൻ കോംപ്ലക്സിലെ പറഞ്ഞ പേരാണ് ഹോമോലെപ്റ്റിക് കോംപ്ലക്സസ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലിഗാൻഡ്സ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലിഗാൻഡുകൾ കാണപ്പെടുന്ന കോർഡിനേഷൻ കോംപ്ലക്സ് എന്ന് പറയും ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ് എന്ന് പറയും. നമുക്ക് എക്സാമ്പിളിലേക്ക് നോക്കാം. ലിഗാൻഡ് തിരിച്ചറിയാൻ പറ്റുമല്ലോ. ഇവിടെ ആരാ ലിഗാൻഡ്, CN. ഒരു ലിഗാൻഡ് മാത്രമല്ലേ ഉള്ളൂ, CN മാത്രമല്ലേ ഉള്ളൂ. 6 എണ്ണം ഉണ്ട്, പക്ഷെ ഒരു ടൈപ്പ് ലിഗാൻഡ് അല്ലേ ഉള്ളൂ. അപ്പൊ ഈ സാധനം എന്താണ്, ഇതൊരു ഹോമോലെപ്റ്റിക് കോംപ്ലക്സ് ആണ് എന്ന് നോക്കുക. അങ്ങനെയാണ് ഇതിനകത്ത് നോക്കിയേ, സെൻട്രൽ മെറ്റൽ ആറ്റം NH3 ഒരു ലിഗാൻഡ്, Cl മറ്റൊരു ലിഗാൻഡ്. എത്ര ടൈപ്പ് ലിഗാൻഡ് ഉണ്ട്, 2 ടൈപ്പ്. ലിഗാൻഡ് എണ്ണമല്ല ഞാൻ പറഞ്ഞത്, ലിഗാൻഡ് എണ്ണം 4 എണ്ണം ഉണ്ട്, പക്ഷെ എത്ര ടൈപ്പ് ലിഗാൻഡ് ഉണ്ട്, 2 ടൈപ്പ് ലിഗാൻഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാധനം എന്താണ്, ഹെറ്ററോലെപ്റ്റിക് കോംപ്ലക്സ് ആണെന്ന് നോക്കുക. അപ്പോൾ ഒരു ടൈപ്പ് ലിഗാൻഡ് മാത്രമുള്ളത് ഹോമോലെപ്റ്റിക് കോംപ്ലക്സ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലിഗാൻഡ്സ് ഉണ്ടെങ്കിൽ എന്ത് പറയാ, ഹെറ്ററോലെപ്റ്റിക് കോംപ്ലക്സ് എന്ന് പറയും. ഒരു ടേം കൂടെ നമ്മൾ അറിയണം, കോർഡിനേഷൻ പോളിഹെഡ്രൻ. ഈ കോർഡിനേഷൻ പോളിഹെഡ്രൻ അല്ലെങ്കിൽ കോർഡിനേഷൻ പോളിഹെഡ്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ചുറ്റും ലിഗാൻഡുകളുടെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ്, ലിഗാൻഡുകളുടെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് മീൻസ് സ്പേസിലെ അറേഞ്ച്മെന്റ് ഉണ്ടാകുന്ന ഡിഫറെന്റ് ജോമെട്രീസ്. സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ചുറ്റും ലിഗാൻഡുകളുടെ
സ്പേഷ്യൽ അറേഞ്ച്മെന്റ് മീൻസ് സ്പേസിലെ അറേഞ്ച്മെന്റ് കൊണ്ടുണ്ടാകുന്ന നമ്മുടെ കോർഡിനേഷൻ കോംപ്ലക്സിന്റെ ഡിഫറെന്റ് ജോമെട്രീസിനെ പറയുന്ന പേരാണ് കോർഡിനേഷൻ പോളിഹെഡ്രം എന്ന് ഓർത്തു വെച്ചേക്കുക. വളരെ സിമ്പിൾ ആയി പറഞ്ഞാൽ ജോമെട്രീസ് ഓഫ് കോർഡിനേഷൻ കോംപ്ലക്സസ്. കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ കോർഡിനേഷൻ കോംപ്ലക്സസ് ഉപയോഗിക്കുന്ന ജോമെട്രീസ് അല്ലെങ്കിൽ കോർഡിനേഷൻ പോളിഹെഡ്രംസ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന സാധനങ്ങളാണ്. ഒന്ന് ടെട്രാഹീഡ്രൽ, കേട്ടിട്ടുണ്ടാകും, പഠിച്ചിട്ടുണ്ടാകും. രണ്ട് സ്ക്വയർ പ്ലാനാർ, അതും കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഒക്ടാഹീഡ്രൽ, ഇതൊക്കെ നമ്മൾ സാധാരണഗതിയിൽ കോർഡിനേഷൻ കോംപ്ലക്സ് ഉപയോഗിക്കുന്ന കോർഡിനേഷൻ പോളിഹെഡ്രാസ് നോർമലി കാണപ്പെടുക ടെട്രാഹീഡ്രൽ, സ്ക്വയർ പ്ലാനാർ, ഒക്ടാഹീഡ്രൽ. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇപ്പൊ കോർഡിനേഷൻ പോളിഹെഡ്രൽ എന്ന സാധനം എന്താ? വളരെ സിമ്പിൾ ആയി പറഞ്ഞാൽ ജോമെട്രി ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? സെൻട്രൽ മെറ്റൽ ആറ്റോമിനും ലിഗാൻഡുകളുടെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് കൊണ്ടുണ്ടാകുന്ന ഡിഫറെന്റ് ജോമെട്രീസിനെ പറയുന്ന പേരാണ് കോർഡിനേഷൻ പോളിഹെഡ്രം. നോർമലി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സാധാരണ വരുന്ന കോർഡിനേഷൻ പോളിഹെഡ്രംസ് ഏതൊക്കെയാണ്? ടെട്രാഹീഡ്രൽ, സ്ക്വയർ പ്ലാനാർ, ഒക്ടാഹീഡ്രൽ ഒക്കെ ആണെന്ന് ഓർത്തു വെച്ചിരിക്കുക. കൺഫ്യൂഷൻ ഇല്ലല്ലോ, കാര്യം എടുത്താൽ കിട്ടിയില്ലേ? അടുത്ത നമുക്ക് നോക്കേണ്ട ടേം എന്ന് പറയുന്നത് ഈ ഡബിൾ സോൾട്ടും കോർഡിനേഷൻ കോമ്പൗണ്ടും ഡിഫറൻസ് ഉണ്ടാകും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡബിൾ സോൾട്ട് ആൻഡ് കോർഡിനേഷൻ കോമ്പൗണ്ട്? ഡബിൾ സോൾട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവണം, നമുക്ക് ഫെമിലിയർ ആയിട്ട് ഡബിൾ സോൾട്ട്. ഫോർ എക്സാമ്പിൾ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. കാർണലൈറ്റ് ഉണ്ട്, കാർണലൈറ്റ് ഡബിൾ സോൾട്ടിന്റെ എക്സാമ്പിൾ ആണ് കാർണലൈറ്റ്. ഇതിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ KCl MgCl2 6H2O ആണ്. KCl MgCl2 6H2O ആണ് ആരുടെ ഫോർമുല? കാർണലൈറ്റ്. അതൊരു ഡബിൾ സോൾട്ട് ആണ്. അതുപോലെ ഡബിൾ സോൾട്ട് ആണ് മോർ സോൾട്ട്. നിങ്ങൾക്ക് അറിയുന്ന സാധനമാണ്, നിങ്ങൾ പ്രാക്ടിക്കലൊക്കെ ചെയ്തു പോകുന്ന സാധനമാണ് മോർ സോൾട്ട്. എന്താ മോർ സോൾട്ടിന്റെ ഫോർമുല? FeSO4 NH4 twice SO4 6H2O ആണ് മോർ സോൾട്ടിന്റെ ഫോർമുല. ഇതുപോലെ പൊട്ടാഷ് ആലം നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഇപ്പൊ കാർണലൈറ്റ്, മോർ സോൾട്ട്, പൊട്ടാഷ് ആലം. എന്താണ് പൊട്ടാഷ് ആലത്തിന്റെ ഫോർമുല? KAlSO4 twice 12H2O ആണ്. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോർമുലാസ് ഒക്കെ ഓർത്ത് വെച്ചേക്കുക. ഇപ്പൊ ഇതിലെ ഡബിൾ സോൾട്ട് അല്ല, കാർണലൈറ്റ്, മോർ സോൾട്ട്, പൊട്ടാഷ് ആലം. നമുക്കിനി അറിയാം കോർഡിനേഷൻ കോംപ്ലക്സ് എക്സാമ്പിൾ പഠിച്ചു കഴിഞ്ഞു. K4 FeCl6 ഒരു എക്സാമ്പിൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ പഠിച്ച ഒരു എക്സാമ്പിൾ ആണ് PT NH3 twice Cl2. ഇത് ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് ആണ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഈ ഡബിൾ സോൾട്ടും കോർഡിനേഷൻ കോംപ്ലക്സിന്റെ ഡിഫറൻസ് ആണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഡബിൾ സോൾട്ട് ആയാലും കോർഡിനേഷൻ കോമ്പൗണ്ട് ആയാലും ഫോം ചെയ്യുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ള സിമ്പിൾ കോമ്പൗണ്ടുകൾ കമ്പൈൻ ചെയ്തിട്ടാണ്. സ്റ്റേബിൾ ആയിട്ടുള്ള സിംപ്ലർ കോമ്പൗണ്ടുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഡബിൾ സോൾട്ട് ആയാലും കോർഡിനേഷൻ കോമ്പൗണ്ട് ആയാലും ഫോം ചെയ്യുക. വളരെ സ്ഥിരതയുള്ള ചെറിയ കോമ്പൗണ്ടുകൾ സ്റ്റോഷിയോമെട്രിക് റേഷ്യോയിൽ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ആരെയും കിട്ടുക? ഡബിൾ സോൾട്ട് കിട്ടുക. അതുപോലെ തന്നെ ആരെയും കിട്ടുക? കോർഡിനേഷൻ കോമ്പൗണ്ട്. രണ്ടും ഫോം ചെയ്ത് ഒരേ പാറ്റേൺ ആണ് മനസ്സിലാക്കുക. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡബിൾ സോൾട്ടുകളെ നമുക്ക് വേണമെങ്കിൽ സിംപ്ലർ അയോണുകളാക്കി സ്പ്ലിറ്റ് ചെയ്യാം. വാട്ടറിനകത്തേക്ക് ഡിസോൾവ് ചെയ്യുമ്പോൾ ഈ ഡബിൾ സോൾട്ടുകൾ കുഞ്ഞു കുഞ്ഞു അയോണുകളായി മാറും. അതായത് K+Cl-, Mg2+Cl-, H+OH-. അതായത് ഇതിനകത്തുള്ള സാധനങ്ങൾ ചെറിയ ചെറിയ അയോണുകളാക്കി മാറും. അതായത് ഈ സിമിലർ കോമ്പൗണ്ട് എന്താക്കി കൺവേർട്ട് ചെയ്യും? അയോണുകളാക്കി കൺവേർട്ട് ചെയ്യും when dissolved in water. അതേസമയം നമുക്ക് ഈ കോർഡിനേറ്റ് സ്ഫിയറിനെ ഒരിക്കലും അയോണുകളാക്കി മാറ്റാൻ കഴിയില്ല. മനസ്സിലാക്കുക, കോർഡിനേറ്റ് സ്ഫിയറിനകത്തുള്ള കോമ്പൗണ്ട് നമുക്ക് എന്താക്കി മാറ്റാൻ കഴിയില്ല? അയോണുകളാക്കി സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. അതാണ് നമ്മുടെ ഡിഫറൻസ്. കാര്യം മനസ്സിലാക്കുക, ഡബിൾ സോൾട്ട് ആയാലും കോർഡിനേഷൻ കോമ്പൗണ്ട് ആയാലും എങ്ങനെ ഫോം ചെയ്യുക? by the combination of simpler stable compounds in stoichiometric ratio. സ്റ്റോഷിയോമെട്രിക് റേഷ്യോയിൽ സ്റ്റേബിൾ ആയിട്ടുള്ള സിംപ്ലർ കോമ്പൗണ്ടുകൾ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഡബിൾ സോൾട്ടുകളും കോർഡിനേഷൻ കോമ്പൗണ്ടുകളും ഫോം ചെയ്യുക എന്ന് മനസ്സിലാക്കുക. ഇതുപോലെ പ്രധാന ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡബിൾ സോൾട്ടുകളെ വാട്ടറിനകത്തേക്ക് ഡിസോൾവ് ചെയ്യുന്ന എന്തായി മാറും? സിംപ്ലർ അയോണുകളാക്കി സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയും. അതേസമയം നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ടിനെ സിംപ്ലർ അയോണാക്കി മാറ്റാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയി ഈ ചാപ്റ്ററിൽ പഠിച്ചു വെച്ചേക്കുക. കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന ടോപ്പിക്കിനകത്ത് വളരെ ബേസിക് ആയ കുറച്ച് കാര്യങ്ങളുണ്ട് പറഞ്ഞത്. തുടർന്നുള്ള ടോപ്പിക് നമുക്ക് എന്ത് ചെയ്യണം? ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.